ലോകത്തിലെ ഏറ്റവും വികൃത മുഖമുള്ള സ്ത്രീ എന്ന് കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു അമ്മയുണ്ട്. ഈ അമ്മയുടെ കഥ കേട്ടപ്പോൾ നിങ്ങളുമായി അത് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. എല്ലാവരുടെയും സങ്കല്പത്തിൽ സൗന്ദര്യം എന്നാൽ വെളുത്ത നിറവും തിളങ്ങുന്ന കണ്ണുകളും ചുവന്ന ചുണ്ടുകളുമാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളും എല്ലാം. പുറം ഭംഗിയിൽ അഹങ്കരിക്കുന്ന പലരും വെള്ളപൂശിയ കുഴിമാടങ്ങളാകുന്ന യാഥാർത്ഥ്യം കൺമുമ്പിൽ കണ്ടിട്ടും അതൊന്നും അംഗീകരിക്കാതെ മുന്നേറുന്നവർ ഈ അമ്മയുടെ ത്യാഗത്തിൻ്റെ കഥ അറിയണം. ലണ്ടനിലെ ന്യൂഹാം സ്വദേശിയാണ് മേരിയാൻ ബീവൻ. ജനിച്ചത് 1874. നല്ല സുന്ദരിയായിരുന്നു മേരിയാൻ. പഠിച്ചു വളർന്ന് ഒരു നേഴ്സായി. തോമസ് ബിവാൻ എന്ന പുരുഷനെ വിവാഹം ചെയ്തു. അവർക്ക് 4 മക്കളുണ്ടായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ശരീരത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ. മുഖത്തെല്ലാം വല്ലാതെ പ്രായം കൂടുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്രോമെഗാലി എന്ന രോഗമാണെന്ന്. എന്ന് പറഞ്ഞാൽ താടിയെല്ലിനും മോണയ്ക്കും കൈകാലുകളിലെ എല്ലുകൾക്കും ക്രമാതീതമായി ഉണ്ടാകുന്ന ഒരു വളർച്ച. ആനിൻ്റെ ശരീരത്തിൻ്റെ വൈരൂപ്യം എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞ് 11 വർഷത്തിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടു. 4 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന കുടുംബത്തെ നോക്കേണ്ട ഉത്തരവാദിത്തം ആനിൻ്റേതായി. കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ നഴ്സിംഗ് ജോബിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയാതെയായി. അപ്പോഴാണ് ഒരു വഴി മുന്നിൽ വന്നത്. ഒരു ദിവസം പത്രം നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു. ലോകത്തിലെ തന്നെ ഏറ്റവും വിരൂപമായ സ്ത്രീകൾക്ക് മാത്രം പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു മത്സരം, ബെസ്റ്റ് അഗ്ലിയസ്റ്റ് വുമൺ കോൺടെസ്റ്റ്. അങ്ങനെ ഒരു മത്സരത്തിൽ ആൻ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അവൾ തൻ്റെ വിരൂപമായ മുഖത്തെ അവൾ കച്ചവടം ചെയ്തു. ജീവിതത്തിൻ്റെ ദുഃഖത്തെ പൂമാലയാക്കാൻ പഠിച്ചവൾ ലോകത്തിലെ ഏറ്റവും വിരൂപർക്ക് വേണ്ടി നടക്കുന്ന മത്സരത്തിൽ അവൾ പങ്കെടുത്തു. അതിൽ അവൾ വിജയിക്കുക തന്നെ ചെയ്തു. വലിയ ഒരു തുക അവൾക്ക് സമ്മാനമായി ലഭിച്ചു. തൻ്റെ കുടുംബത്തിനു വേണ്ടി ഇത്തരം മത്സരങ്ങൾക്കിറങ്ങാൻ അവൾക്ക് ഒരു നാണക്കേടും തോന്നിയില്ല. മറിച്ച് അഭിമാനത്തോടെ അവൾ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തു. പിന്നീട് അവൾ ഒരു സർക്കസ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെയും അവൾ ഈ വിരൂപം തന്നെയാണ് വിറ്റുജീവിച്ചത്. 1933 ആൻ മരണപ്പെട്ടു. മരിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ അമ്മയെ സമൂഹം ഓർക്കുന്നത് അവരുടെ വൈരൂപ്യത്തിൻ്റെ പേരിലല്ല, കുടുംബത്തിനായി തൻ്റെ വൈരൂപ്യത്തെ പോസിറ്റീവായി ഉപയോഗിച്ച വ്യക്തി എന്ന പേരിലാണ്. മുഖസൗന്ദര്യം എന്നും നിലനിൽക്കണം എന്നില്ല, പക്ഷേ മനസ്സിൻ്റെ സൗന്ദര്യം അത് ഒരിക്കലും മാഞ്ഞു പോവില്ല. ഒരാളുടെ ശരീരത്തിൻ്റെ രൂപഭംഗിയിലല്ല, ജീവിക്കാനുള്ള ആത്മവിശ്വാസവും ഹൃദയത്തിൻ്റെ ഭംഗിയുമാണ് ഒരാളെ സുന്ദരനും സുന്ദരിയുമാക്കുന്നത്. മറ്റൊരു ജീവിത കഥയുമായി നമുക്ക് വീണ്ടും കാണാം.